മുണ്ടക്കായ് പുനരധിവാസത്തിലുള്ള രണ്ടാം ഘട്ട പട്ടിക പുറത്തുവന്നപ്പോൾ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തോട് ചേർന്ന പുഞ്ചിരിവട്ടത്തെ ഗോത്രവിഭാഗക്കാരും ലിസ്റ്റിന് പുറത്ത്. ഈ പ്രദേശം താമസയോഗ്യമല്ലെന്നായിരുന്നു നേരത്തെ ഭൗമശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ജോൺ മത്തായി സാക്ഷ്യപ്പെടുത്തിയത്. ഉരുൾ പൊട്ടിയൊലിച്ചു വന്ന മലയുടെ ഉച്ചിയിലാണ് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ചേനന്റെ വീട്. വീടിന് തൊട്ടു മുന്നിലായി ദുരന്തം സൃഷ്ടിച്ച വലിയ ഗർത്തം കാണാം. തൊട്ടടുത്തായി പണിയ വിഭാഗക്കാർ തന്നെ താമസിക്കുന്ന വേറെയും വീടുകൾ. ഈ വീട്ടുകാരെല്ലാം സർക്കാരിന്റെ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. അവരിനിയും ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. പക്ഷേ പ്രദേശത്തെ വൈദ്യുതി വിച്ഛേദിച്ച നിലയിലാണ്. അവരാരെങ്കിലും വീട് തന്നിട്ടെന്ന് വെച്ചാൽ കല്ലിൽ കയറി കൂടും. മഴ കഴിയുന്നവർക്ക് മഴ കഴിഞ്ഞാൽ വീണ്ടും വീട്ടിൽ വരും. വെളിച്ചമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമായി. എന്നാൽ പിന്നെ രാത്രിക്ക് വല്ല ആനയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ടോർച്ച് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പിന്നെ ഓഫീസർമാർ വന്നപ്പം ഒരു ചോളർ എന്തായാലും റെഡിയാക്കി തരും പറഞ്ഞപ്പം പറഞ്ഞ് അത് ശർക്കര അങ്ങനെ കൊടുക്കുക. വന്യജീവികൾ വിഹരിക്കുന്ന ഈ വനം പ്രദേശത്ത് രാത്രിയിൽ വിറക് കൂട്ടിയിട്ട് കത്തിച്ചാണ് ഇവർ കഴിച്ചു കൂട്ടുന്നത്. സർക്കാർ സ്ഥാപിച്ച ഈ സർവേ കല്ല് സൂചിപ്പിക്കുന്നത് ചേനന്റെ വീട് താമസയോഗ്യമാണെന്നാണ്. എന്നാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ഈ ഇലക്ട്രിക് പോസ്റ്റ് സൂചിപ്പിക്കുന്നത് ഈ വീട് താമസയോഗ്യമല്ല എന്നാണ്. ഉരുൾപൊട്ടൽ ഏറ്റവും അധികം നാശം വിതച്ച പുഞ്ചിരിമട്ടം ഇനി താമസയോഗ്യമല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഡോക്ടർ ജോൺ മത്തായി സമിതിയുടെ ആദ്യ കണ്ടെത്തൽ. ശരത് ലാലിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, വയനാട്.